എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ ഇന്നത്തെ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ കോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെൽഡർ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഏകദേശം എനിക്ക് തോന്നുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഏകദേശം പകുതിയോളം എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ഇരിക്കുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ വെൽഡർ എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരായിരിക്കും, എക്സാം എഴുതിയവരായിരിക്കും. എന്നാൽ കുറച്ച് പേര് അല്ലെ, ഇത്തരത്തിൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ എക്സാം എഴുതാത്തവരായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളും നമ്മളുടെ ഒപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പൊ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അല്ലെ. എന്നാൽ നമ്മളുടെ തീരുമാനം അനുസരിച്ച്, അതായത് PSCയുടെ യോഗ തീരുമാനം അനുസരിച്ച് ഉടനെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ വെൽഡർ എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ പ്രിപ്പറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിലവിൽ നമ്മളുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 6 to 1 year നമ്മളുടെ മുന്നിൽ സമയമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അല്ലെ. നമ്മളുടെ മുന്നിൽ ഒരു വർഷം നമ്മളുടെ മുന്നിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം നെക്സ്റ്റ് ടൈം ടേബിൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ കാലണ്ടർ ഇടുന്ന സമയത്തായിരിക്കും, എക്സാം കാലണ്ടർ ഇടുന്ന സമയത്തായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ലോട്ട്, എക്സാമിന്റെ സ്ലോട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് ഇയർ തുടക്കത്തിൽ തന്നെ, ഏകദേശം തുടക്കത്തിലുള്ള സ്ലോട്ടുകളിൽ തന്നെ നമുക്ക് ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ ഈ മാസമോ അല്ലെ അടുത്ത മാസമോ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് ഒരു വർഷത്തോളം നമ്മളുടെ മുന്നിൽ സമയമുണ്ട്. ഈ പറയുന്ന ഒരു വർഷ കാലയളവ് നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഉയർന്ന റാങ്കിലേക്കും അതുപോലെ തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളതാണ് പൊതുവെ നമ്മളുടെ മുന്നിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മുന്നിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയർ എക്സാം അല്ലെങ്കിൽ അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ കഴിഞ്ഞ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം നല്ല ഒരു നിലവാരമുള്ള ഒരു എക്സാം ആയിരുന്നു നിലവിൽ കഴിഞ്ഞത്. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം റീസെന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ട്രേഡ്സ്മാൻ ലെവൽ എക്സാം, ട്രേഡ്സ്മാൻ ലെവൽ വെൽഡർ എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പടി മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സിലബസ് കമ്പയർ ചെയ്യുമ്പം കുറച്ചധികം ടോപ്പിക്കുകൾ കൂടി നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ അതിനുശേഷം എക്സാമിന് ശേഷം വരുന്ന നമ്മളുടെ ഇന്റർവ്യൂ ഉണ്ടാകും അല്ലെ. ട്രേഡ്സ്മാൻ ലെവൽ എക്സാമുകൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാമുകളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മളുടെ മുന്നിൽ രണ്ടാമത്തെ ഒരു ഫേസ് കൂടിയുണ്ട്, അതായത് രണ്ടാമത്തെ ഒരു കടമ്പ കൂടിയുണ്ട്, അതായത് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട് അല്ലെ. സോ നമുക്കറിയാം ഓരോ 0.33 മാർക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന നമ്മളുടെ ഇന്റർവ്യൂസിൽ ഉണ്ടാകുന്ന മാർക്കിന്റെ വേരിയേഷൻ നമ്മളുടെ റാങ്കിൽ വളരെയധികം ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇന്റർവ്യൂവിനും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ എക്സാം പ്രിപ്പറേഷന് ശേഷം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ 2 ഫേസ് ഉണ്ടെന്നും ഈ 2 ഫേസിനും വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ ഡിസ്കഷൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒക്കെ ഓരോ മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സിലബസ് കൃത്യമായിട്ട് മൊഡ്യൂൾ വൈസ് കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അത് കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നമ്മളുടെ സിലബസ് നമുക്കറിയാം 10 മൊഡ്യൂളുകളായിട്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത സമയങ്ങളിൽ നടന്നിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലുള്ള എക്സാമിന്റെ സിലബസ് തന്നെയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ്സ്മാനെ കമ്പയർ ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞു ട്രേഡ്സ്മാനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കേരള PSCയുടെ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള ITകളിൽ വെൽഡർ തസ്തികയിലേക്ക് നടന്ന, അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ എന്താണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ എന്നുള്ള തസ്തികയിലേക്ക് നടന്ന കേരള PSCയുടെ സിലബസ് തന്നെയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ ഒരു സിലബസ് ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ള എക്സാമിൽ നടന്നിട്ടുള്ള കേരള PSC തന്നെ സിലബസ് ആണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് നടന്ന ട്രേഡ്സ്മാൻ ലെവൽ എക്സാമിന്റെ ആ ഒരു സിലബസ് നോക്കുകയാണെന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാൽ കുറച്ചുകൂടി ടോപ്പിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിന്റെ മാർക്കിന്റെ വെയിറ്റേജ് വ്യത്യാസപ്പെടുത്തിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലേക്കുള്ള എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ മുന്നിൽ സമയം അത്യാവശ്യം നമ്മളുടെ മുന്നിലുണ്ട്. കാര്യം നോട്ടിഫിക്കേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, എന്നാൽ ഉടനെ തന്നെ വരുന്നുണ്ടാകും. ആ ഒരു സമയം, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 1 ഇയർ അല്ലെങ്കിൽ ഏകദേശം അടുത്ത് 1 വർഷത്തോളം നമ്മളുടെ മുന്നിലുള്ള സമയം നമ്മൾ എങ്ങനെ ആ ഒരു ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ ആ ഒരു എക്സാമിന്റെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് അത്തരത്തിൽ നമ്മളുടെ മുന്നിലുള്ള ഈ ഒരു സമയം കൃത്യമായിട്ട് നമ്മളുടെ ഒരു സ്ട്രാറ്റജിയിലൂടെ, അല്ലെ, നമ്മളുടെ ഒരു കോഴ്സിന്റെ സ്ട്രാറ്റജിയിലൂടെ കൃത്യമായിട്ട് മോഡ്യൂൾ വൈസ് ഉള്ള ആ ഒരു ഡിസ്കഷൻ സീരീസുകൾ അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകും. ആ ഓരോ റെക്കോർഡഡ് സെഷൻസ് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുകൾ ഉണ്ടാകും. നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവും. സോ അതോടൊപ്പം തന്നെ നമ്മളുടെ നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന വളരെ പ്രിസൈസ് ആയിട്ടുള്ള എന്താണ് ബ്രീഫ് ആയിട്ടുള്ള നോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ നോട്ടുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു ബുക്കിലേക്ക് എഴുതി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിനെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്, അല്ലെ. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രൊഫൈൽ, അതായത് നമ്മളുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ് കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയാണ് ഈ പറയുന്ന ഇൻസ്ട്രക്ടർ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുറച്ചുകൂടി, അതായത് ട്രേഡ്സ്മാനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മൾ നമ്മളുടെ ഒരു പ്രസന്റേഷൻ സ്കില്ല് കൂടി നമ്മൾ അവിടെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. കാര്യം നമുക്കറിയാം അതിനുശേഷം നമ്മളുടെ എക്സാമിന് ശേഷം നമ്മളുടെ മുന്നിലേക്ക് എന്ത് വരുന്നുണ്ടാകും, ഇന്റർവ്യൂ വരുന്നുണ്ടാകും, അല്ലെ. അപ്പൊ ഇന്റർവ്യൂ വരുന്ന സമയത്ത് നമ്മളോട് ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് കുട്ടികൾക്ക് എങ്ങനെ, അതായത് ഒരു ITA ലെവലിലുള്ള, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ചെറിയ കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് അവരെ എന്താണ് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ നമ്മളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഇന്റർവ്യൂ സെഷൻസും നമ്മളുടെ മുന്നിൽ ഉണ്ടാകും. സോ അത്തരത്തിൽ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഗ്രൂമിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളുടെ ജോബ് പ്രൊഫൈല്, അത്തരത്തിൽ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ 2019 നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നത്. 2019 നമ്മളുടെ നോട്ടിഫിക്കേഷൻ 310/2019 എന്ന കാറ്റഗറി, അല്ലെ, ആണ് നമ്മളുടെ എക്സാം വന്നത്. അന്നത്തെ ക്വാളിഫിക്കേഷനകത്ത് യാതൊരു സംശയവും വേണ്ട, SSLC അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ എന്താണ് ITA ലെവലിലുള്ള അല്ലെങ്കിൽ ITA വെൽഡർ തസ്തികയിലുള്ള ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ടൂൾ ആൻഡ് അങ്ങനെയുള്ള മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ്
ബിടെക് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ITI ട്രേഡ് പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ തസ്തികയിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ ഇത്തരത്തിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നിലവിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ 37,400 മുതൽ 79,000. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 19 മുതൽ 44 ആണ് നമ്മളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെഷൻ അപ്പം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ശേഷം നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ക്ലിയർ ആയിട്ട് നമുക്കത് പരിഹരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഓക്കെ, ഓക്കെ ആണോ ശ്യാം? ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ ഓക്കെ, പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസിലേക്ക് വന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാറ്റഗറി നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടു, 310/2019 ആയിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നത് 2022. ശ്രദ്ധിച്ച എല്ലാവരും, റാങ്ക് ലിസ്റ്റ് വന്നത് 2022 10-ാം മാസം 31-ാം തീയതിയാണ് അല്ലെ, 31/10/2022 നമുക്കറിയാം നമ്മളുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മാക്സിമം 3 ഇയർ വരെ നമുക്ക് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് 2025 ഈ വർഷം അല്ലെ, ഇത്തരത്തിൽ 2025 10-ാം മാസം വരെ അതിന്റെ ഒരു കാലാവധി, നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്ന മുറയ്ക്ക് നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ എക്സാം നടത്തി അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോ നിലവിൽ 2025 10-ാം മാസം വരെ റാങ്ക് ലിസ്റ്റിന് ഇഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ലാസ്റ്റ് നടന്ന എക്സാമിൽ മെയിൻ ലിസ്റ്റിൽ നമുക്ക് 148 ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. 148 കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്നു. ഓക്കെ, അതിന്റെ കട്ട് ഓഫ് മാർക്ക് നോക്കിയാൽ നിങ്ങൾ, കട്ട് ഓഫ് മാർക്ക് 74 മാർക്കാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് നടന്ന എക്സാമിന്റെ കാര്യമാണ്. സോ നെക്സ്റ്റ് ടൈമില് ഈ ഒരു പക്ഷേ 74 ആയിരിക്കണമെന്നില്ല കട്ട് ഓഫ്. അത് ഈ പറയുന്ന നമ്മളുടെ ക്വസ്റ്റ്യന്റെ നിലവാരവും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു എന്താണ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് നമുക്ക് കട്ട് ഓഫ് ഉയരാനും താഴാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ 74 എന്ന് പറയുന്നത് ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് കട്ട് ഓഫ് തന്നെയാണ്. 74 മോശം കട്ട് ഓഫ് ഒന്നും അല്ല. അപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിൽ 74 മാർക്ക് വാങ്ങിയിട്ടുള്ള 148 കാൻഡിഡേറ്റ്സ് ഉണ്ട്. വളരെ നല്ല ഒരു കാൻഡിഡേറ്റ് നമ്പർ തന്നെയാണ്. ടോപ്പ് മാർക്ക് വന്നിട്ടുള്ളത്, ഓക്കെ, ടോപ്പ് മാർക്ക് നമ്മളുടെ എക്സാമിന് ഔട്ട് ഓഫ് 100 വന്നിട്ടുള്ളത് 88.67 മാർക്കാണ് അല്ലെ. അപ്പൊ 88.67 മാർക്കാണ് അന്നത്തെ എക്സാമിൽ, റിട്ടേൺ എക്സാമിൽ ഉയർന്ന മാർക്ക് വന്നത് 88.67 ആണ്. അപ്പൊ ആ ഒരു റേഞ്ച് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ 88 മാർക്ക് അല്ലെങ്കിൽ 89 മാർക്കോളം ഈ പറയുന്ന രീതിയിൽ എക്സാമിന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ജോബ് അല്ല. നല്ല രീതിയിൽ അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് മാത്രമാണ് അത്രയും മാർക്ക് ലഭിച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് നോക്കിയാൽ നിലവിൽ ഇപ്പോഴും ഇഫക്റ്റീവ് ആണ്. നമുക്കറിയാം നമ്മളുടെ റാങ്ക് ലിസ്റ്റ് നിലവിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അത് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 33 അഡ്വൈസ് നിലവിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഉയരാൻ സാധിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഓക്കെ, 33 നിലവിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിലവിലുള്ള നമ്മളുടെ എന്താണ് ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ, അതാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇതാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ മുന്നിലുള്ള, അതായത് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റീസെന്റ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് പ്രകാരം എന്തൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിന്റെ മാർക്കിന്റെ വെയിറ്റേജ് എങ്ങനെയാണ്, ഓക്കെ, അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. അപ്പോ നമ്മളുടെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ നമ്മളുടെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നോക്കാം. ഇവിടെ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ എവിടെയാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. യഥാർത്ഥത്തിൽ നോക്കി ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് വെൽഡർ തസ്തി അല്ലെങ്കിൽ വെൽഡർ അല്ല ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡറിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിട്ടുള്ള എക്സാമിന്റെ സിലബസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സാമും, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലേക്കുള്ള എക്സാമിനും ഏകദേശം ഇതേ സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ട്രേഡ്സ്മാൻ ലെവലിൽ നമ്മൾ ഓൾറെഡി സിലബസ് നമ്മൾ കണ്ടിരുന്നു. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. സോ അതുകൂടെ കമ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്താണ് മുന്നോട്ട്
പോകാൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ മോഡ്യൂൾസുകളിൽ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഷഫിൾ ചെയ്ത് ഒരു പക്ഷേ കിടക്കുന്നുണ്ടാകും. എങ്കിൽ തന്നെയും നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ട് സിലബസ് കൂടി നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഓരോ മോഡ്യൂളുകളിലും ടോപ്പിക് കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തി അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എവിടെയാണോ ഉള്ളത്, അതൊരു പക്ഷേ ട്രേഡ്സ്മാനിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും, അതല്ല നമ്മളുടെ നിലവിൽ നമ്മളിപ്പോൾ കാണുന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ലെവലിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ സിലബസിലുള്ള ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ അത് ഏതായാലും എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകൾ ഏതാണോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മളുടെ ബുക്കിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ നോട്ടിലേക്കോ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നോക്കി 10 മൊഡ്യൂളുകളായിട്ടാണ് നമ്മളുടെ സിലബസ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 10 മൊഡ്യൂളുകളായിട്ടാണ്. മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസ് തന്നെയാണ് അല്ലെ, നമ്മൾ ഏകദേശം എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അതായത് കോമൺ ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ ITA ലെവൽ എക്സാമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബേസിക് വർക്ക്ഷോപ്പ് ടൂളുകൾ, ബേസിക് ഹാൻഡ് ടൂളുകൾ, ബേസിക് മെഷറിംഗ് ടൂളുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെയും നമുക്കറിയാം 5 മാർക്കിനുള്ള ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസുകൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അതിൽ ഹാൻഡ് ടൂൾസുകൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കേ ഏതൊക്കെയായിരിക്കും ഈ 5 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് സ്റ്റീൽ റൂൾ ഉണ്ട് അല്ലെ, വളരെ ബേസിക് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള സ്റ്റീൽ റൂൾ ഉണ്ട്. സ്ക്രൈബേഴ്സ് ഉണ്ടാകും, പഞ്ചസ്, ഹാമേഴ്സ്, അതുപോലെ തന്നെ വൈസസ്, ചിസൽസ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പഠിക്കുന്നെങ്കിലും ഇതിന്റെ ടൈപ്സ് ഓഫ് സ്ക്രൈബേഴ്സ്, ടൈപ്സ് ഓഫ് പഞ്ചസ്, ടൈപ്സ് ഓഫ് ഹാമേഴ്സ്, ടൈപ്സ് ഓഫ് വൈസസ്, ഏതൊക്കെ ടൈപ്പ് ചിസൽസ് ഉണ്ട്, ക്ലാമ്പുകൾ ഏതൊക്കെ ടൈപ്പ് യൂസ് ചെയ്യുന്നു, അത്തരത്തിലുള്ള ടൈപ്സും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂളുകൾ ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഹാക്സോ, കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട് ഹാക്സോ ഫ്രെയിം, ബ്ലേഡ്, ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ടിൻമാൻസ് എൽ സ്ക്വയർ, അത്തരത്തിൽ ടിൻമാൻസ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ സ്ക്വയർ പഠിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെയുള്ള മറ്റൊരു ടൂളാണ് ടിൻമാൻസ് എൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മെഷർമെന്റ് കൂടെ എടുക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ടിൻമാൻസ് എൽ സ്ക്വയർ, സ്ട്രെയിറ്റ് എഡ്ജ്, കോമ്പസ്, വിങ് കോമ്പസ്, അതുപോലെ തന്നെ സ്നിപ്സ്, ടൈപ്സ് ഓഫ് സ്നിപ്സ് അല്ലെ, ഷിയേഴ്സ് ഒക്കെ പഠിക്കണം. ഹാൻഡ് ലിവർ ഷിയേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബേസിക് ഹാൻഡ് ടൂൾസുകൾ നമ്മൾ എവിടെ പഠിക്കണം? മൊഡ്യൂൾ 1 പഠിക്കണം. സംശയമുണ്ടോ? ഇല്ല. ഈ പറയുന്ന 5 മാർക്ക് നമുക്ക് കിട്ടും. ഇത്തരത്തിൽ നമുക്ക് എന്താണ്, വളരെ കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ 5 മാർക്ക് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കിയേ. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറിയാം, ഇത്തരത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, അഡ്വാൻസ്ഡ് വെൽഡിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗ് പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഓക്സി അസെറ്റിൻ വെൽഡിംഗ് ആണ് അല്ലെ. ഓക്സി അസെറ്റിൻ വെൽഡിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മൾ കൂടുതലും പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ പഠിക്കുന്നതായിട്ടുള്ളത് ഏതാണ്? ഗ്യാസ് വെൽഡിങ്ങിനകത്ത് ഓക്സി അസെറ്റിൻ വെൽഡിംഗ്. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഗ്യാസും അസെറ്റിലിൻ എന്ന് പറയുന്ന ഫ്യൂൽ ഗ്യാസും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ ഹീറ്റ് ഇത്തരത്തിൽ ബേൺ ചെയ്തുകൊണ്ട് ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗ്യാസ് വെൽഡിങ്ങിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഓരോ വെൽഡിംഗ് ടൈപ്പ് എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. പ്രധാനപ്പെട്ട എക്യൂപ്മെന്റ്സ്, അപ്പം സിലിണ്ടേഴ്സ്, ഓക്സിജൻ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള സിലിണ്ടർ, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അസെറ്റിലിൻ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ സിലിണ്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്, ഓക്കെ, അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്ലെയിം, ഓക്സി അസെറ്റിലിനകത്ത് 3 തരത്തിലുള്ള ഫ്ലെയിമുകൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ന്യൂട്രൽ ഫ്ലെയിം ഉണ്ടാവും, കാർബറൈസിംഗ് ഫ്ലെയിം ഉണ്ടാവും, ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്ലെയിമുകളുമായി ബന്ധപ്പെട്ട് ഫ്ലെയിമിന്റെ കെമിസ്ട്രി എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫ്ലെയിം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക, എന്തൊക്കെ ഗ്യാസസ് ആണ് പൊതുവെ ഇത്തരത്തിലുള്ള ഗ്യാസ് വെൽഡിംഗ്, മറ്റ് ഗ്യാസസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ അസെറ്റിലിൻ എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ഗ്യാസ് ദാറ്റ് ഈസ് ഫ്യൂൽ ഗ്യാസ് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. കാൽഷ്യം കാർബൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അസെറ്റിലിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ ഓഫ് കാൽഷ്യം കാർബൈഡ് നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓക്സിജൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു,
അതുപോലെ തന്നെ അസറ്റിലിൻ ഗ്യാസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് 2 മെത്തേഡ് ഉണ്ട് പ്രധാനമായിട്ടും. കാർബൈഡ് ടു വാട്ടർ ഉണ്ട്, വാട്ടർ ടു കാർബൈഡ്. സോ ആ മെത്തേഡുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഏരിയ തന്നെയാണ്. ഓക്കെ, പിന്നീട് നമുക്ക് ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോർവേഡ് ടെക്നിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ടെക്നിക്സ് ഉണ്ട്. അങ്ങനെയുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? ഫില്ലർ റോഡുകൾ നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിന് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലക്സസ് യൂസ് ചെയ്യുന്നത് എന്താണ് ഫ്ലക്സസ്, അല്ലെങ്കിൽ ഫ്ലക്സസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഏതൊക്കെ ഫ്ലക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് പൈപ്പുകൾ, ഹൈ പ്രഷർ ഉണ്ട്, ലോ പ്രഷർ സിസ്റ്റം ഉണ്ട്, ഹൈ പ്രഷർ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്താണ് ബ്ലോക്ക് പൈപ്പുകൾ, ടൈപ്പുകൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അവിടെ ഗ്യാസസ് പ്യൂരിഫൈ ചെയ്യാനുള്ള സിസ്റ്റംസ്, ഇത്തരത്തിൽ ബോയിലേഴ്സ് അല്ലെങ്കിൽ പ്രഷർ വെസൽസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഗ്യാസ് വെൽഡിംഗ് റെഗുലേറ്റേഴ്സ് ഉണ്ടാകും, അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ. അപ്പൊ കോമൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വെൽഡിംഗ് മെത്തേഡുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡിഫക്റ്റ് റെമഡീസ്, അതുപോലെ തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ്, വെൽഡിംഗ് എക്യുപ്മെന്റ്സ്, അതിന്റെ അവിടെ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമൺ ടോപ്പിക്കുകൾ അവിടെ വരുന്നുണ്ടാകും. പിന്നെ വേരിയസ് മെറ്റൽസിൽ നമ്മൾ എങ്ങനെയാണ് വെൽഡ് ചെയ്യുന്നത്, ലൈക്ക് മൈൽഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ, കോപ്പർ ആണെന്നുണ്ടെങ്കിൽ, കാസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ, ബ്രാസ്, ബ്രോൺസ്, അതുപോലെ തന്നെ അലൂമിനിയം, അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലിൽ നമ്മൾ എങ്ങനെയാണ് വെൽഡിംഗ് പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് ഒരു വെൽഡബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ചെറിയ മൊഡ്യൂൾ അല്ല. അപ്പൊ മൊഡ്യൂൾ 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ്. 15 മാർക്കാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്, അല്ലെ? 15 മാർക്ക്. സോ 15 മാർക്ക് ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു മാർക്ക് അല്ല എന്നുള്ളത് നമുക്കറിയാം. സോ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിസ്സാരമല്ല എന്നുള്ളത് അറിയാം. എങ്കിൽ തന്നെയും ഈ ഒരു ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ആ ഒരു മാർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ 15 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് തന്നെയാണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിയ ഇവിടെ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെ, വെൽഡിംഗ് അല്ല, കട്ടിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഗ്യാസ് കട്ടിംഗ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കിയ തെർമൽ, ഒരു മൊഡ്യൂളിന്റെ പേര് കൊടുത്തിരിക്കുന്നത് തെർമൽ കട്ടിംഗ് ഓഫ് മെറ്റൽ ആണ്. സോ മാർക്കിന്റെ വെയിറ്റേജ് 7 മാർക്കാണ്, അല്ലെ? മാർക്കിന്റെ വെയിറ്റേജ് 7 മാർക്കാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ട്രേഡ്സ്മാന്റെ സിലബസ് നോക്കുമ്പോഴും ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ സിലബസ് നോക്കുമ്പോഴും അവിടെയുള്ള ഡിഫറൻസ്, ഒരു പക്ഷേ വെയിറ്റേജിനകത്തുള്ള ഡിഫറൻസ്, ചിലപ്പോൾ 2 മാർക്ക് ഉള്ള ഗ്യാസ് കട്ടിങ്ങിന് ഇവിടെ കട്ടിംഗ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ തെർമൽ കട്ടിംഗ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് 7 മാർക്കിലേക്ക് മാറി, അല്ലെ? അപ്പൊ ഇവിടെ ഏകദേശം നോക്കി, ഇവിടെ ഓക്സിജൻ കട്ടിങ്, ഓക്സി ഫ്യൂവൽ ഗ്യാസ് ഫ്ലെയിം കട്ടിങ്, മെറ്റൽ പൗഡർ കട്ടിങ്, കെമിക്കൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കട്ടിങ്, ആർക്ക് കട്ടിങ്, അങ്ങനെ നിരവധി കട്ടിങ് മെത്തേഡുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്ലാസ്മ ആർക്ക് കട്ടിംഗ് പറയുന്നുണ്ട്. സോ അതിന്റെ പ്രിൻസിപ്പിൾസ്, സേഫ്റ്റി, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, മറ്റ് കട്ടിംഗ് ഓപ്പറേഷനുകൾ, അവിടെ ഉണ്ടാവുന്ന ഡിഫക്ട്സ്, റെമഡിയൽ ആക്ഷൻസ്, ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ മെത്തേഡുകളിൽ, ഈ പറഞ്ഞ ഓരോ മെത്തേഡുകളിലും എന്താണ് അവിടെ ഉണ്ടാകുന്ന കട്ടിംഗ് ഓപ്പറേഷൻ എങ്ങനെയാണ്, അവിടെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ്, അവിടെ ഉണ്ടാവുന്ന റെമഡീസ്, അവിടെ നമുക്ക് ഡിഫക്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി എടുക്കാൻ കഴിയുന്ന റെമഡിയൽ ആക്ഷൻസ് എവിടെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡുകൾ, ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3യിൽ, അതായത് ഈ പറയുന്ന മെറ്റൽ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. മൊഡ്യൂൾ 4ലേക്ക് വരാം. എഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മൊഡ്യൂൾ 4 ആർക്ക് വെൽഡിംഗ് ആണ്. അപ്പൊ സോ അതിന്റെ ആ ഒരു വെയിറ്റേജ് നോക്കി, 15 മാർക്കാണ് നമ്മളുടെ വെയിറ്റേജ്, അല്ലെ? 15 മാർക്കാണ് നമ്മളുടെ വെയിറ്റേജ്. അപ്പോ ഗ്യാസ് വെൽഡിംഗ് എങ്ങനെ നമ്മൾ പഠിച്ചോ അതേ ഇമ്പോർട്ടൻസോട് കൂടി നമ്മളുടെ ആർക്ക് വെൽഡിങ്ങും പഠിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 15 മാർക്ക് വീണ്ടും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, അല്ലെ? സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വെൽഡിംഗ് മെത്തേഡുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ്, എക്യുപ്മെന്റ്സ്, അവിടെ നമ്മളുടെ മെത്തേഡ് എങ്ങനെ നമ്മൾ ഇത് വെൽഡ് ചെയ്യുന്നു, അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, അവിടെ ഉണ്ടാവുന്ന റെമഡിയൽ ആക്ഷൻസ്, അതൊക്കെ തന്നെ ഇവിടെയും നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയ സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ആർക്ക് വെൽഡിംഗ് ചെയ്യുന്ന സമയവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നമ്മളുടെ PPEs ഒക്കെ ഇവിടെ വരുന്നുണ്ട്, ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മളുടെ ഈ പറഞ്ഞ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്യുപ്മെന്റ്സ്, അവിടെ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ബേസിക് ഇലക്ട്രിസിറ്റി അപ്ലൈഡ്, അല്ലെ? ഏതൊക്കെ തരത്തിലുള്ള പവർ സോഴ്സുകൾ, അല്ലെ? പവർ സോഴ്സുകൾ ഏതൊക്കെ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിപ്പോ AC ആവാം, DC ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള തരത്തിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ പവർ സോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ അതുപോലെ തന്നെ
ജോയിന്റ്സ് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിന്റുകൾ, ടൈപ്സ് ഓഫ് ജോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഫില്ലറ്റ് നോമൻ ക്ലേച്ചർ, ഇത്തരത്തിൽ വെൽഡിന്റെ ആ ഒരു നോമൻ ക്ലേച്ചർ, ഫില്ലറ്റ് വെൽഡ്, ബട്ട് വെൽഡ് ഒക്കെ എടുത്തുകൊണ്ട് അതിന്റെ നോമൻ ക്ലേച്ചർ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, നമുക്ക് വോൾട്ടേജ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് ആർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ഡെഫിനിഷൻസ്, ടേംസുകളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വെൽഡിംഗ് മെഷീനിലേക്ക് വരുമ്പോൾ, ഇത്തരത്തിൽ ആർക്ക് വെൽഡിംഗ് മെഷീനിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ AC, അതുപോലെ തന്നെ DC, അതെന്താണ് പൊളാരിറ്റി, ആർക്ക് ബ്ലോ എന്താണ്, നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും, ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാകും, ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണ്, അവിടെ നമുക്ക് കോട്ടഡ് ഇലക്ട്രോഡ്സ് ഉണ്ട്, ബെയർ വയർ ഇലക്ട്രോഡ്സ് ഉണ്ട്, അങ്ങനെ ഇത്തരത്തിൽ കോട്ടിംഗ് ഫാക്ടേഴ്സ് എന്താണ്, അത് നമ്മൾ കോഡ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇത്തരത്തിൽ BIS, BSA, WS സ്റ്റാൻഡേർഡ്സ് പ്രകാരം എങ്ങനെയാണ്. ദെൻ സ്പെഷ്യൽ പർപ്പസ് ഇലക്ട്രോഡ്സ്, ഇത്തരത്തിൽ സ്പെഷ്യൽ പർപ്പസ് ഇലക്ട്രോഡുകളുണ്ട്, അതിന്റെ കോട്ടിംഗ് എങ്ങനെയാണ്, എന്തൊക്കെ മെറ്റീരിയലാണ് കോട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ട് പഠിക്കണം. ശേഷം ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ്, ഈ ആർക്ക് വെൽഡിങ്ങിൽ പൊതുവെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ കോസസ്, പ്രധാനപ്പെട്ട കോസസ് ഏതൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, റെമഡിയൽ ആക്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വേരിയസ് ആർക്ക് വെൽഡിംഗ് ഓഫ് വേരിയസ് മെറ്റൽസ്, അല്ലെ, ഇത്തരത്തിൽ ഓരോ മെറ്റൽസിനെയും വെൽഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഓക്കെ, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 15 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് ആർക്ക് വെൽഡിംഗ്. സോ ഗ്യാസ് വെൽഡിങ്, ആർക്ക് വെൽഡിങ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണെന്നുള്ളത് മനസ്സിലായി. മൊഡ്യൂൾ 5ലേക്ക് വരാം. 5 എന്ന് പറയുന്നത് എന്താണ്, മെറ്റലർജി ഓഫ് വെൽഡിംഗ്, അല്ലെ, വെൽഡിങ്ങിന്റെ മെറ്റലർജി. എന്തുകൊണ്ടാണ് വെൽഡിംഗ് മെറ്റലർജി എന്ന് പറയാൻ കാര്യം, നമുക്കറിയാം അവിടെ ഫ്യൂഷൻ സംഭവിക്കുന്നുണ്ടാവും, അല്ലെ, ഇത്തരത്തിൽ നമ്മൾ ഫ്യൂഷൻ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഹീറ്റ് കൊടുത്തുകൊണ്ട്, ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് അവിടെ മെറ്റൽ ഫ്യൂസ് ആയിട്ട് നമ്മൾ എന്തിനുണ്ടാകും, ജോയിൻ ചെയ്യുന്നുണ്ടാകും. സോ ഫ്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള എന്താണ്, മെറ്റലർജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജോയിനിങ് പ്രോസസ്, അല്ലെ, പ്രധാനപ്പെട്ട ജോയിനിങ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ജോയിനിങ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, നമുക്കറിയാം നമ്മൾ ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് സോൾഡറിങ്, ബ്രേസിംഗ് പ്രോസസ്സ്, റിവെറ്റിംഗ് പ്രോസസ്സ്, ഓക്കെ, അതുപോലെ തന്നെ ജോയിനിങ്, സീമിംഗ് പ്രോസസ്സ് ഒക്കെ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്, അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ജോയിനിങ് പ്രോസസ്സുകൾ പൊതുവെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, അല്ലെ, മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്. ഇത്തരത്തിൽ കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്, മെറ്റാലിക് പ്രോപ്പർട്ടീസ്, അല്ലെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട ഒരു ടൈമാണ് വെൽഡബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെ, എബിലിറ്റി ടു വെൽഡ്, അല്ലെ, വെൽഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് വെൽഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വെൽഡബിലിറ്റി ഓഫ് കാർബൺ സ്റ്റീൽ, അല്ലെ, പ്രധാനമായിട്ട് ഇവിടെ നോക്കുന്ന ഏതാണ്, കാർബൺ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള വെൽഡബിലിറ്റി എങ്ങനെയാണ്. അതുപോലെ അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻ, ടെമ്പറേച്ചറിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ എങ്ങനെയാണ്, സ്ട്രെസ് റിലീവിങ് എന്താണ്, സ്ട്രെസ് റിലീവിങ് എങ്ങനെ ചെയ്യാൻ സാധിക്കും, എന്താണ് പ്രീ ഹീറ്റിംഗ്, പോസ്റ്റ് ഹീറ്റിംഗ്, അല്ലെ, മുന്നേ നമ്മൾ ചൂടാക്കുന്ന പ്രീ ഹീറ്റിംഗ്, വെൽഡ് ചെയ്തതിനു ശേഷമാണ് ചൂടാക്കുന്നതെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഹീറ്റിംഗ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ, അത്തരത്തിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ മെറ്റൽസിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനീലിംഗ്, ടെമ്പറിംഗ്, ഹാർഡനിങ്, നോർമലൈസിങ്, ക്വഞ്ചിങ്, അങ്ങനെയൊക്കെയുള്ള എന്താണ് ബേസിക് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ 5ാമത്തെ മൊഡ്യൂൾ മെറ്റലർജി ഓഫ് വെൽഡിംഗ് അല്ലെങ്കിൽ ജോയിനിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മാർക്സ് ആണ് നമ്മളുടെ ആ ഒരു 8 മാർക്കാണ് നമ്മളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 8 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, ഫൈൻ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന മെറ്റലർജിയുമായി ബന്ധപ്പെട്ട് വെൽഡബിലിറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്, ജോയിനിങ് പ്രോസസ്സുകൾ, റിവെറ്റിംഗ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോൾഡറിംഗ് പ്രോസസ്സ്, അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലക്സുകൾ ഏതൊക്കെയാണ്, സോൾഡറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 6ലേക്ക് വരാം. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് നോക്കിയേ GTAW ആണ്, അല്ലെ, GTAW, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, അല്ലെ, GTAW. ഓക്കെ, ഫൈൻ. അപ്പോൾ അത്തരത്തിൽ നമുക്കറിയാം ടിഗ് വെൽഡിംഗ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ഉണ്ട്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ്, മിഗ് വെൽഡിംഗ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് GTAWയുമായി ബന്ധപ്പെട്ട് നോക്കി ഇവിടെ 12 മാർക്കാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 12
മാർക്കാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് GTAW, അതർവൈസ് വി ക്യാൻ സേ ടിഗ് വെൽഡിംഗ് അല്ലെ, ടിഗ് വെൽഡിംഗ്. സോ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അപ്പൊ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അവിടെ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ്. അതൊരു നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നുള്ളത് നമുക്കറിയാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക കോട്ടിങ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ അതായത് ഷീൽഡിംഗ് ഗ്യാസ് കൊടുക്കുന്നുണ്ടാവുക ഇനേർട്ട് ഗ്യാസ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അത് അത്തരത്തിലുള്ള ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ്, അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, GTAW പ്ലാന്റ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് GTAW, അഡ്വാൻറ്റേജസ്. ഓക്കെ, അതുപോലെ തന്നെ SMAW, OAW, അതുപോലെ തന്നെ പവർ സോഴ്സ് ഓഫ് ടിഗ് വെൽഡിംഗ്. ഇത്തരത്തിൽ പവർ സോഴ്സ് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്, DC സപ്രസർ യൂണിറ്റ്, അതായത് നമുക്ക് AC ആണ് വേണ്ടത്, DC സപ്രസ് ചെയ്തുകൊണ്ടുള്ള യൂണിറ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഷീൽഡിംഗ് ഗ്യാസ് പ്രോപ്പർട്ടീസ് പഠിക്കണം. ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, പ്രധാനമായിട്ടും ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, അതിന്റെ ടൈപ്പുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ അലോയ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് പൊളാരിറ്റീസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ഓഫ് ടിഗ് വെൽഡിംഗ്, വെൽഡിംഗ് ഓഫ് SS, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം, MS, കോപ്പർ, അതുപോലെ തന്നെ പൈപ്പ് വെൽഡിംഗ് മെത്തേഡ്, വെൽഡ് ഡിഫക്റ്റ് റെമഡീസ്. അപ്പൊ ഇത്തരത്തിൽ എന്താ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ പൊതുവെ അലോയ്സിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, അത്തരത്തിൽ എന്താണ് നോൺ ഫെറസ് മെറ്റൽസ് ലൈക്ക് കോപ്പർ, അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ പൊതുവെ നമ്മൾ ചെയ്യാറുണ്ട്, അലൂമിനിയം ഒക്കെ ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് അതിന്റെ റെമഡിയൽ ആക്ഷൻസ് എടുക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. 12 മാർക്കാണ് GTAW ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് GMAW ആണ്. GMAW അല്ലെ, GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഇത്തരത്തിൽ GMAW ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ് വരുന്നുണ്ട് അല്ലെ. സോ കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ് വരുന്നുണ്ടാകും. അപ്പോൾ മിഗ് വെൽഡിംഗ് ഉണ്ട്, മാഗ് വെൽഡിംഗ് വരുന്നുണ്ട് അല്ലെ. അതിൽ മറ്റേ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, മറ്റേ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്. അപ്പൊ ആക്റ്റീവ് ഗ്യാസ് വെൽഡിങ്ങിനകത്താണ് ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടാവുക. സോ കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ് പ്രോസസ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവിടെ ഉണ്ടാവുന്ന നമ്മുടെ ഗ്യാസ് GMAW ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ, ഇത്തരത്തിൽ മെറ്റൽ ട്രാൻസ്ഫർ മെത്തേഡുകൾ, ഇത്തരത്തിൽ സ്പ്രേ ഉണ്ട്. ഓക്കെ, ഗ്ലോബുലാർ, പൾസ്ഡ് സ്പ്രേ, ഡിപ്പ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്, സ്റ്റിക്ക്, അങ്ങനെയുള്ള ട്രാൻസ്ഫർ മെത്തേഡുകൾ. എന്താണ് സ്റ്റിക്ക് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ലെങ്ത് എന്താണ് സ്റ്റിക്ക് ഔട്ട്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വയേഴ്സ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ് ഗ്യാസസ് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ വയേഴ്സുകൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, റെമഡീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് 12 മാർക്കാണ് GMAW ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ മൊഡ്യൂൾ 7 എന്ന് പറയുന്ന GMAW ആണ്. മൊഡ്യൂൾ 8 വരുമ്പോൾ ശ്രദ്ധിച്ചു, മൊഡ്യൂൾ 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്പെഷ്യൽ ആയിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സുകൾ ഉണ്ടാകും. ഓക്കെ, പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സുകൾ, അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് വെൽഡിംഗ് ലൈക്ക് ഓക്കെ, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഉണ്ട്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, ഇലക്ട്രോ ഗ്യാസ് വെൽഡിംഗ്, റേഡിയന്റ് എനർജി വെൽഡിംഗ് ലൈക്ക് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, ലേസർ ബീം വെൽഡിംഗ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് ആണ്, ശ്രദ്ധിക്കുക, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് പഠിക്കണം. ദെൻ റെസിസ്റ്റൻസ് വെൽഡിംഗ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വെൽഡിംഗ്, അതിൽ തന്നെ സ്പോട്ട്, സീം, പ്രൊജക്ഷൻ, പ്രൊക്കഷൻ വെൽഡിംഗ്, അപ്സെറ്റ് ബട്ട് ആൻഡ് ഫ്ലാഷ് വെൽഡിംഗ്, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്, അങ്ങനെയൊക്കെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വെൽഡിങ്ങിനകത്ത് വരുന്ന ടൈപ്പുകളാണ് ഇതൊക്കെ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അൾട്രാസോണിക് ഫ്രിക്ഷൻ വെൽഡിംഗ്, ഫോർജ് വെൽഡിംഗ്, ഓക്കെ, അണ്ടർ വാട്ടർ വെൽഡിംഗ്, ഓക്കെ, വെൽഡിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ്, തെർമോകെമിക്കൽ വെൽഡിംഗ് പ്രോസസ്, ഓക്കെ, തെർമിറ്റ്, അത്തരത്തിൽ കെമിക്കൽ എനർജിയുടെ ഫലമായിട്ടാണ് അവിടെ ഹീറ്റ് ജനറേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം തെർമോകെമിക്കൽ വെൽഡിംഗ് പ്രോസസ്. ലൈക്ക് അതിനകത്ത് തന്നെയാണ് തെർമിറ്റ് വെൽഡിംഗ് അല്ലെ, തെർമിറ്റ് വെൽഡിംഗ് ഉണ്ടാകും. ദെൻ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഏകദേശം നോക്കി 13 മാർക്കാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ള സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട്. അപ്പൊ മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് മനസ്സിലായി. മൊഡ്യൂൾ 9 വരാം. മൊഡ്യൂൾ 9 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ, മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈപ്പ് വെൽഡിംഗ് ആൻഡ് പ്ലേറ്റ് വെൽഡിംഗ്, റെപ്രസെന്റേഷൻ ഓഫ് വെൽഡ് ആണ്. ഓക്കെ, പൈപ്പ് വെൽഡിംഗ്, പ്ലേറ്റ് വെൽഡിംഗ്, റെപ്രസെന്റേഷൻ, വെൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. സോ നമുക്കറിയാം ഓരോ വെൽഡിംഗ്, പൈപ്പ് വെൽഡിംഗ് ആയിക്കോട്ടെ, പ്ലേറ്റ് വെൽഡിംഗ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ നമ്മളുടെ ആ ഒരു പൊസിഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പൊസിഷൻ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ മെത്തേഡ്സ് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പം നിരവധി ടൈപ്പ് പൈപ്പ് ജോയിന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പൈപ്പ് വെൽഡിംഗ് പൊസിഷൻസ് എങ്ങനെയാണ്. അപ്പൊ അത്തരത്തിൽ ഗ്രൂ വെൽഡിംഗ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയേ 1G, 2G, 5G, 6G അങ്ങനെയുള്ള വെൽഡിംഗ് പൊസിഷനുകൾ, അതിന്റെ പ്രത്യേകത പഠിക്കണം.
പ്ലേറ്റ് വെൽഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഫില്ലറ്റ് വെൽഡ് ലൈക്ക് 1F 2F 3F 4F അങ്ങനെയുള്ള ഫില്ലറ്റ് വെൽഡുകൾ നമുക്ക് കൃത്യമായിട്ട് പൊസിഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വെൽഡിന്റെ റെപ്രസെന്റേഷൻ ആണ്, വെൽഡിംഗ് സിംബൽസുകൾ എന്താണ്, വെൽഡ് സിംബൽസ്, വെൽഡിംഗ് സിംബൽസുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. എലമെന്ററി ആയിട്ടുള്ള സിംബൽസുകൾ, സപ്ലിമെന്ററി സിംബൽസുകൾ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 5 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ പൊസിഷനും അതിന്റെ നമ്മുടെ ആ ഒരു റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട് പൈപ്പ് വെൽഡും അതുപോലെ തന്നെ പ്ലേറ്റ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടും വെൽഡ് റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ടും 5 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മൊഡ്യൂൾ 9 എന്ന് പറയുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ, 10ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നോക്കി പ്രധാനമായിട്ടും നമുക്ക് ഇൻസ്പെക്ഷൻ ആണ് അല്ലെ, ഇൻസ്പെക്ഷൻ. അപ്പൊ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് വെൽഡ് അല്ലെ, ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് വെൽഡ്. നമുക്കറിയാം ഇത്തരത്തിൽ ടെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ടാകും. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ നിലവിൽ എന്താണ് വെൽഡ് ജോയിൻ ചെയ്തിട്ടുള്ള, നമുക്കറിയാം വെൽഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻസി ഉള്ള ഒരു മെത്തേഡാണ് വെൽഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്, ഒരു ജോയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു വെൽഡ് ജോയിന്റ് നമുക്ക് എവിടെ കിട്ടും, വെൽഡിംഗ് എന്ന് പറയുന്ന ജോയിനിങ് മെത്തേഡ്സിൽ കിട്ടും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നോക്കി ഇത്തരത്തിലുള്ള വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ, WPS വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ദാറ്റ് ഈസ് പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ്, PQR അല്ലെ, പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ അതൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ടാവും, ഒരു വെൽഡിംഗ് കോഡുകൾ ഉണ്ടാകും. സോ ആ കോഡ് അനുസരിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മളത് നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, വെൽഡിംഗ് കോഡ് റെഫർ ചെയ്തുകൊണ്ട്, അത് ഫോളോ ചെയ്തുകൊണ്ട് വേണം നല്ലൊരു വെൽഡ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. ദെൻ അതിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എസ്റ്റിമേറ്റ്, നമുക്ക് എത്രത്തോളം കോസ്റ്റ് അവിടെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വെൽഡിംഗ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു കോസ്റ്റ് എസ്റ്റിമേഷനിലേക്ക് വരിക, അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. സോ വേരിയസ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് അല്ലെ. ഓക്കെ, പലതരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതും നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. WPS അതുപോലെ തന്നെ PQR, ഡിഫറെന്റ് വെൽഡിംഗ് കോഡുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കോസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് വെൽഡിംഗ് അല്ലെ, വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കോസ്റ്റ്, എത്രത്തോളം ചിലവ്, കോസ്റ്റ് എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ടാകും, ഫാബ്രിക്കേഷൻ കോസ്റ്റ്, ഫിനിഷിംഗ് കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ്, അങ്ങനെ നിലവിൽ കുറേയധികം കോസ്റ്റുകളുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് എത്ര മാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മാർക്കാണ് നമുക്ക് മൊഡ്യൂൾ 10 നിന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഏകദേശം 10 മൊഡ്യൂളുകൾ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് 10 മൊഡ്യൂളുകളാണ്. 10 മൊഡ്യൂളുകളിലും എന്താണ് ഏകദേശം പഠിക്കേണ്ടതായിട്ടുള്ളത്, മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന്നും പുറത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വന്നതുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഇതിനകത്തു നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാര്യം കേരള PSCയുടെ തന്നെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഈ ഒരു തന്നിരിക്കുന്ന ടോപ്പിക്കുകളുടെ പുറത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വരുന്നുണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറ്റ്ലീസ്റ്റ് നമ്മളുടെ തന്നിരിക്കുന്ന സിലബസിലുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്, ഈ പറയുന്ന സിലബസിനുള്ളിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ ഇതിൽ കൊടുക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെ, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മളുടെ റെക്കോർഡ് സെഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ട് എടുത്തു പറയാത്തതും എന്നാൽ ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ ആ തരത്തിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയും കൂടി നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകാൻ കഴിയും. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിലാണ് 10 മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളുടെ കോഴ്സ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇത് നമുക്കറിയാം, നമ്മളുടെ I+ന്റെ തന്നെ സ്റ്റുഡൻസുകൾ പ്രീവിയസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവരും നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം നമ്മളുടെ ഓരോ കോഴ്സുകളും
എന്താണ് ഇത്തരത്തിലുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ആ ഒരു ബാച്ചസിന് വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് നോട്ടുകൾ കൊടുക്കുന്നുണ്ടാകും. അപ്പൊ എൻറ്റയർ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ടുള്ള ഹൈ ഡെഫിനിഷനിലുള്ള റെക്കോർഡഡ് സെഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളിന്റെയും എന്താണ് MCQ ടെസ്റ്റ് സീരീസുകൾ നമുക്കറിയാം. ഓരോ മൊഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസ്, നമ്മളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ലൈവ് സെഷൻസ്, ഓരോ മൊഡ്യൂളിന്റെയും ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഒരു മൊഡ്യൂൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് എന്താണ് ഉത്തരം പറയത്തക്ക രീതിയിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടാകും. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം പറയാൻ കഴിയുന്നുണ്ടാകും. സപ്പോസ് അവിടെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കവർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാകും. ഓക്കെ, അത് യാതൊരുവിധ സംശയവും വേണ്ട. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഓരോ മൊഡ്യൂളുകളും കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഇത്തരത്തിൽ നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്യുന്നുണ്ടാകും. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ, പ്ലംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സാമുകൾ ഏത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് റാങ്കിൽ നമ്മളുടെ കുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് അവർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നു, അവർ എക്സാം എഴുതുന്നു, ഉയർന്ന റാങ്കുകളിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാര്യം നിങ്ങൾ അടുത്ത തവണ നിങ്ങളും ഇത്തരത്തിലുള്ള പ്രോസസ്സിലൂടെ കടന്നുപോയി ഉയർന്ന റാങ്കുകളിലേക്ക് വരും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് നമ്മളോടൊപ്പം ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മളുടെ നോട്ട്സുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മളുടെ സെഷൻസുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സപ്പോസ് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് കേട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മെന്ററുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടാകും. അതുപോലെ കൃത്യമായിട്ട് അലൻ സാറിന്റെ മോട്ടിവേഷൻ സെഷൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ നിലവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 10 മൊഡ്യൂളുകൾ നമ്മളൊന്ന് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, ഇവിടെ പ്രധാനമായിട്ടും മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഹാൻഡ് ടൂൾസ് ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗ്യാസ് വെൽഡിങ് 15 മാർക്കിന്റെ ഗ്യാസ് വെൽഡിങ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടിംഗ് ഓഫ് മെറ്റൽസ്, നമ്മൾ കഴിഞ്ഞ ട്രേഡ്സ്മാനിൽ നമുക്ക് കട്ടിങ്ങിന് 2 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തന്നെ നമ്മളുടെ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആർക്ക് വെൽഡിംഗ് അഗെയിൻ 15 മാർക്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. മെറ്റലർജി ഹീറ്റ് ട്രീറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ദെൻ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, GTAW, അതുപോലെ തന്നെ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അതുപോലെ തന്നെ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകൾ, ദെൻ പൈപ്പ് ആൻഡ് പ്ലേറ്റ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വെൽഡിംഗ് റെപ്രസെന്റേഷൻസ്, വെൽഡിംഗ് സിംബൽസുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് സെഷൻ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ് അല്ലെ. ഇത്തരത്തിൽ ആ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മളുടെ കൃത്യമായിട്ടും വേണ്ടുന്ന 1-2 കാര്യങ്ങൾ നമുക്കറിയാം. എന്ത് പഠിക്കണം എന്നുള്ളതാണ് അല്ലെ. എന്ത് പഠിക്കണം, അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മളുടെ സിലബസ് 10 മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്റെ എണ്ണം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കത് പഠിക്കാം. ഓക്കെ, എന്ത് പഠിക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ നേരത്തെ കണ്ട ഹൗ ടു പ്രിപ്പയർ എന്നുള്ളത് അല്ലെ. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. നമുക്കറിയാം നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാം അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ലെവൽ എക്സാമുകൾക്കൊക്കെ നമ്മളുടെ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് എന്താ, നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഉണ്ടാവുക. നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നിമ്മിയുടെ വെൽഡർ ട്രേഡ് നമുക്കറിയാം, ഒരു 1 ഇയർ ട്രേഡ് ആണ് വെൽഡർ എന്ന് പറയുന്നത്. 1 വർഷത്തെ ഒരു കോഴ്സാണ്. 2 സെമസ്റ്ററുകളായിട്ട് 1 വർഷത്തെ ഒരു കോഴ്സാണ് വെൽഡർ കോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ ബുക്ക് അപ്പൊ നോക്കിയാൽ നമ്മളുടെ മുന്നിൽ ഏകദേശം 1 വർഷത്തോളം നമുക്ക് സമയമുണ്ട്.
അതിൽ തന്നെ നമ്മളൊന്ന് ഒന്ന് 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 നമ്മൾ നമ്മളോടൊപ്പം ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾ സമയം കണ്ടെത്തി നമ്മളോടൊപ്പം നിങ്ങൾ വരിക ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സെഷനോട് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ പറയുന്ന എന്താണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിലബസ് കവർ ചെയ്യാൻ, അല്ലെ. അപ്പൊ ഇത്തരത്തിൽ 1 ഇയർ ട്രേഡ് ആണ്, 2 സെമസ്റ്ററേ ഉള്ളൂ, ചെറിയൊരു ബുക്കായിരിക്കും, അപ്പോൾ ചെറിയ ടോപ്പിക്കുകളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അല്ലെങ്കിൽ 100% നമുക്ക് നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം, ജോലി ലഭിക്കാം എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് വേണ്ടുന്ന എന്താ, നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നൊരു എന്താണ് വർക്ക്, അല്ലെ, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അപ്പൊ ഇവിടെ നോക്കി ലാസ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അനാലിസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്കറിയാം, അല്ലെ. റീസെന്റ് ആയിട്ടുള്ള നടന്ന എക്സാമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില എക്സാം ഒക്കെ വളരെ ടഫായിട്ട് വരുന്നുണ്ടാവും. കാര്യം അവിടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൂടുതലും കാണുന്നുണ്ടാവും. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും പല കുട്ടികളും പറയാറുണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ലാസ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാം ടൈമിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധാരണഗതിയിൽ സമയം കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് പോലും നിലവിൽ എന്താണ് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻ സെഷൻസുകളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടൈമറുകൾ സെറ്റ് ചെയ്യുക. അതായത് ഒരു ക്വസ്റ്റ്യന് മാക്സിമം എത്ര സമയം നമ്മൾ എടുക്കുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ മതി. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം നമ്മൾ കൃത്യമായിട്ട്, അപ്പം വലിയ വലിയ സെന്റൻസുകളൊക്കെ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അത് ക്വസ്റ്റ്യൻ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ മാക്സിമം എത്ര സമയം എടുക്കുന്നു നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അത്തരത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മളുടെ ടെസ്റ്റ് സീരീസുകളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. വളരെ ടഫായിട്ടുള്ള, വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ 3-5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1-2 അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് വാല്യൂസ് ഒക്കെ വരുന്നുണ്ടാവും. ചിലപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ടാകും. അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അതത്ര എളുപ്പമാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ IT ലെവലാണ്, അവിടെ പ്രോബ്ലംസ് വരില്ല എന്ന് കരുതരുത്. അപ്പോൾ പ്രോബ്ലംസ് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ എന്താണ് വളരെ ചെറിയൊരു ഇക്വേഷനോ അല്ലെങ്കിൽ ചെറിയൊരു കോൺസെപ്റ്റോ ക്ലിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ആ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ പ്രോബ്ലംസ്, വളരെ ചെറിയ പ്രോബ്ലംസ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ നമുക്കറിയാം കുറെ അധികം ടേബിളുകളും വാല്യൂസും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓഫ്കോഴ്സ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കാര്യം നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ വാല്യൂസ് ഉൾപ്പെടെ നമുക്ക് എക്സാമിന് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിളുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ആ ഒരു റാങ്ക് മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ജനറലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 75 മാർക്സ് ഒക്കെ ഒരു ആവറേജ് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് തന്നെയാണ് പൊതുവെ കട്ട് ഓഫ് ഒക്കെ ആയിട്ട് വരാറുള്ളത്. അപ്പൊ അതിന് മുകളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു 88, ഒരു 90 അല്ലെങ്കിൽ 90 എബോവ് മാർക്സ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ തന്നെ കുട്ടികൾക്ക് എക്സാമുകൾക്കൊക്കെ 90 എബോവ് മാർക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആ രീതിയിലേക്ക് നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നമ്മളുടെ ആ ഒരു മാർക്കിന്റെ റേഞ്ച് കൃത്യമായിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. സോ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ എത്തിയാൽ മാത്രം മതി. നിങ്ങളുടെ ഒരു മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ടാകും. സോ ഒന്ന് നമുക്ക് കൃത്യമായിട്ട് ഓൾറെഡി നമ്മൾ കണ്ടു, അനലൈസ് ചെയ്യുക, അല്ലെ. സിലബസ് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്തു. ആ സിലബസ് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം അതിന്റെ വെയിറ്റേജ് മാർക്ക് ഉൾപ്പെടെ നമ്മൾ കണ്ടു. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മളുടെ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്ക്, കറസ്പോണ്ടിങ് നമ്മളെ സഹായിക്കുന്ന മറ്റു കാര്യങ്ങളാണ്. സോ അവിടെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. കൃത്യമായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ടോപ്പിക് വൈസ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നീട് നോക്കി നമുക്ക് വേണ്ടുന്നത് ടൈം ടേബിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള സമയം നമുക്കറിയാം, നമ്മളുടെ മുന്നിൽ ധാരാളം നിലവിൽ ഇപ്പോൾ സമയം അവൈലബിൾ ആണ്. കാര്യം ഈ പറയുന്ന 1 ഇയർ ട്രേഡ് ആയിട്ടുള്ള വെൽഡർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട എന്നുള്ളത് തന്നെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇപ്പോഴേ അത് പഠിച്ചു തുടങ്ങേണ്ട കാര്യമുണ്ടോ, കാര്യം ഈ പറയുന്ന 2 ബുക്ക് പഠിക്കുന്നതിന് വേണ്ടി അധികം സമയം എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ പറയുന്ന എന്താണ് 3 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് എഴുതുന്ന എക്സാം ഒരു കുട്ടി എഴുതുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഏകദേശം 9 മാസം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ വന്നൊരു എക്സാം എഴുതുന്നു. അപ്പോൾ പ്രോപ്പർ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്താ എത്രത്തോളം സമയം കുറച്ചുകൊണ്ട് അല്ലെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് മാറാൻ കഴിയും. 2, അതുപോലെ തന്നെ ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഓരോ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സമയം റിവൈസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മളെ സംബന്ധിച്ചോളം അത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഈ പറയുന്ന കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കണ്ടന്റ് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഷെഡ്യൂൾ, അതായത് ഈ പറയുന്ന നമ്മളുടെ കോഴ്സിലുള്ള ഷെഡ്യൂൾ പ്രകാരമുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് റിവൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അത് ആ ഒരു എയിമിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ, അതിൽ ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളുടെ ആ ഒരു ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. വീക്കിലി റിവിഷൻ ഉണ്ടാകും അല്ലെ, അത്തരത്തിൽ ഓരോ ഈ പറഞ്ഞ രീതിയിൽ റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീക്കിലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാകും. ലാസ്റ്റ് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് പ്രാക്ടീസ് അല്ലെ, ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മളുടെ മുന്നിലുള്ളത്. കാര്യം പഠിക്കേണ്ടതായിട്ടുള്ളത് വലിയ കാര്യങ്ങളൊന്നുമല്ല. കാര്യങ്ങൾ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു തവണ വായിച്ചാൽ അല്ലെങ്കിൽ ഒരു തവണ കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ തന്നെയും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അത് കൂടുതൽ റിവൈസ് ചെയ്യുക, കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് ഉറക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇത് നിലവിൽ നമുക്കറിയാം നമ്മളുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നമ്മളുടെ പ്രീവിയസ് ഇയർ എക്സാം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഉയർന്ന റാങ്കിൽ വന്നിട്ടുണ്ട്, അവരൊക്കെ ജോലിയിൽ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ റാങ്ക് നമ്മളുടെ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റെഫറൻസിലേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിമിയുടെ. നമുക്കറിയാം ട്രേഡ് തിയറി ഉണ്ട് അല്ലെ, ട്രേഡ് തിയറി അവൈലബിൾ ആണ്, ട്രേഡ് പ്രാക്ടിക്കലും അവൈലബിൾ ആണ്. നിങ്ങൾ റീസെന്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ തിയറി ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കുക. വെൽഡിംഗ് ട്രേഡ് തിയറി NSQF ലെവൽ 3 ട്രേഡ് തിയറി നിമി ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, നമ്മളോടൊപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഫൈൻ. അതോടൊപ്പം തന്നെ നമുക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന 1-2 പബ്ലിഷേഴ്സ് ഉള്ളത്, ഒന്ന് ഏഷ്യന്റെ ബുക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നീൽകണ്ഠ് പബ്ലിഷേഴ്സിന്റെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഏഷ്യന്റെ ബുക്കും ഇത്തരത്തിൽ ട്രേഡ് തിയറി അവൈലബിൾ ആണ്. ഇത്തരത്തിൽ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് NSQF ലെവൽ 3 ഉണ്ട്. അതുപോലെ തന്നെ നീൽകണ്ഠ് പബ്ലിഷേഴ്സിന്റെയും വെൽഡർ തിയറി അവൈലബിൾ ആണ്. പക്ഷെ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബുക്കുകളാണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പൊ നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അതായത് നമ്മൾ നിലവിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം, അതായത് ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം നിലവിൽ ഒരുപക്ഷെ കേരള PSCയുടെ എക്സാമുകൾക്ക് അല്ലെങ്കിൽ മറ്റ് UPSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിലവിൽ തുടക്കക്കാരെന്ന നിലയിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ രണ്ടുപേർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ബേസിക് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ലാസ്റ്റ് നടന്ന എക്സാമിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിൽ എങ്ങനെയാണ് നിലവിൽ വേക്കൻസി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു, അപ്പൊ നമുക്ക് പറ്റുമോ, ഒരു ബിടെക്കുകാർക്ക് പറ്റുമോ, അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു സംശയമൊന്നും വേണ്ട, അപ്പൊ എല്ലാവർക്കും പറ്റും, ബിടെക്കോ എംടെക്കോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ അവിടെ നമുക്ക് ഇത്തരത്തിൽ മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വെൽഡർ എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സിലബസ് ആണ്. സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രേഡ്സ്മാന്റെ സിലബസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ മുന്നിൽ. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ വെൽഡർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ സിലബസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. കമ്പയർ ചെയ്തുകൊണ്ട് അപ്പൊ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടറിന്റെ സിലബസ് ആണ്. രണ്ടും നിങ്ങൾ എടുക്കുക, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്കത് സോർട്ട് ഔട്ട് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക. ഓക്കെ, ഫൈൻ.
പിന്നീട് നമ്മളുടെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകളാണ്. നമുക്കറിയാം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മോഡ്യൂൾ വൈസ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള MCQ സീരീസുകൾ അവൈലബിൾ ആണ്. മാക്സിമം MCQs നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മെന്ററോട് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലൈവ് സെഷൻസ് വരുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ മെന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്ക് നമ്മുടെ റിവൈസ് അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുകൾ ഉണ്ടാവും. വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുകളൊക്കെ. ഓക്കെ, അപ്പൊ അതിലൂടെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എക്സാമിനെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തുക, നമുക്ക് ജോലി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ സമയം ധാരാളമുണ്ട്. സോ ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വെബിനാറിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തത്.